ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് റാൻഡം ആയിട്ടൊരു വീഡിയോ ആണ്. ബട്ട് എനിക്കിത് കാണിക്കണം തോന്നി. ഇതെന്താ അറിയുക നിങ്ങൾ, ഇതെൻ്റെ ചെക്ക് ബുക്കാണ്. ഞാൻ എഴുതി വെച്ച കാര്യങ്ങളാണ്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണിത്. ഇന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു. മാസം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ കിട്ടുന്ന പൈസ ചിലവായി പോകുന്നു, ഒന്നും ബാക്കിയില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സുകാരനാവട്ടെ, ജോബ് ചെയ്യുന്ന ആളാവട്ടെ, എത്ര കിട്ടിയാലും തികയുന്നില്ല എന്നുള്ളൊരു ചിന്ത. സത്യത്തിൽ ഈ ഒരു അവസ്ഥ എന്നെയും ഫേസ് ചെയ്തിരുന്നു. അത് നിരന്തരമായിട്ട് മെൻറ്റേഴ്സുമായിട്ട് നല്ല ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ്, ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചപ്പോൾ, വിത്ത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലായപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. മണി കാൺട്ട് make you happiness, but it will solve lot of things that make you happy. That means പണം ഒരിക്കലും സന്തോഷം നൽകില്ല, ബട്ട് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ പണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 100 രൂപ കിട്ടിയാലും, ഇപ്പോൾ സത്യത്തിൽ ആസ് എ എക്കണോമിക്സ് ഗ്രാജുവേറ്റഡ് ആണ് ആയിട്ടുള്ള ഒരാൾ നിലക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് പലപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. സ്വന്തം കാര്യത്തെക്കുറിച്ചിട്ട് പലപ്പോഴും പറയാറില്ല. എന്നാൽ എൻ്റെ 10 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ മാനേജ്മെൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സോറി ടു സേ, നമുക്ക് ഒരിക്കലും കൈ കിട്ടാൻ പോണില്ല. അതിനെ കൃത്യമായി ഉപയോഗിക്കാനും അതിനെ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി സിസ്റ്റം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 6 മാസത്തെ പ്ലാൻ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഞാൻ പോവുക. ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് എനിക്ക് ശരിക്കും നിങ്ങളെ കാണിക്കേണ്ടത് ഉണ്ടായിരുന്നു. സാധാരണ 1 മാസത്തിന്, 2 മാസത്തിന്, 3 മാസത്തിനൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു മുന്നേ പോയിരുന്നത്. ബട്ട് ഇപ്പോൾ വരാൻ പോകുന്ന 6 മാസത്തെ മുന്നിൽ കണ്ടിട്ടാണ് ബജറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ബജറ്റ് വെറും കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി മാത്രമല്ല, നമുക്കും വേണം. നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഒക്കെ ബജറ്റ് നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് കിട്ടുന്ന പൈസ നേരെ എക്സ്പെൻസ് ചെയ്യുക, എന്നിട്ട് ശേഷം സേവിങ് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കയ്യിലേക്ക് പൈസ വരാൻ പോണില്ല. ഇനി കിട്ടിയാൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റൂല. അതേസമയം കിട്ടിയ പാട് നേരെ സേവിങ്ങിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള പൈസ എക്സ്പെൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത 6 മാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു 2 വർഷമായിട്ട് ഇപ്പം അങ്ങനെ പിന്തുടരുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഈ ഫ്ലോ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് പ്രശ്നം പറ്റുന്നതെന്ന് കൃത്യമായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. നല്ലൊരു മെത്തേഡാണ്. 100 രൂപ കിട്ടിയാലും, 1000 രൂപ കിട്ടിയാലും, 1 ലക്ഷം രൂപ കിട്ടിയാലും, 1 കോടി കിട്ടിയാലും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 50-30-20 റൂൾ. 50% അല്ലെങ്കിൽ 55% നമ്മളെ നീഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഡെയിലി എക്സ്പെൻസ്, പിന്നെ അതേപോലെ വീട്ടിലെ ചിലവുകൾ, കുടുംബത്തിലെ ചിലവുകൾ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം. അടുത്തതാണ് വാണ്ട്, 30% ആണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട എമർജൻസി കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ 30% മാറ്റി വെക്കുക. അടുത്തതാണ് 20%. ഇത് തൊടാൻ പാടില്ല. എന്താണ് നിങ്ങളുടെ സ്വപ്നം, എന്താണ് നമ്മുടെ സ്വപ്നം, ആ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചിട്ട് സേവ് ചെയ്യേണ്ടതാണ്. എങ്കിലാണ് ഒരു പീരീഡ് എത്തുന്ന സമയത്ത് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വീടുണ്ടാക്കണം, വാഹനം വാങ്ങണം, മൊബൈൽ വാങ്ങണം, എത്ര രൂപയാണ് ആദ്യം ബഡ്ജറ്റ് തീരുമാനിക്കുക.
ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ സേവ് ചെയ്ത് വെക്കുക. എങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന മുന്നിൽ കാണാൻ പറ്റും. ഇത് ചെയ്യാതെ പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് വരവിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് കാർഡിനെ ഇഷ്ടപ്പെട്ടിട്ട് അതിനെ ഉപയോഗപ്പെടുത്തി അവസാന കടക്കാരനാകുന്ന അവസ്ഥ മുന്നിലുണ്ട്. അത് ജോബ് ചെയ്യുന്ന ആളാവട്ടെ, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആളാവട്ടെ, അവസ്ഥയാണ്. പറ്റുമെങ്കിൽ ചിലവാക്കുന്നത് റെഡി ക്യാഷായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ വേദന, ആ പെയിന് നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളാണ്. കുറേയൊക്കെ അധികം പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആദ്യം ഒരു മാസത്തിന് വേണ്ടിയിട്ട് മുന്നേ പ്ലാൻ ചെയ്യുക, 2 മാസത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക, 3 മാസത്തിന് വേണ്ടി ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് അടുത്ത 1 വർഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ ചെയ്ത് നോക്കി. അങ്ങനെ ആവുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല. 1,00,000 രൂപ കിട്ടുമെന്ന് സമാധാനം ഉണ്ടാകണമെന്നില്ല. 1 കോടി ഉള്ളവർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവണമെന്നില്ല. എന്നാൽ 5,000 രൂപ ഉള്ള ഒരാൾക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഡിപ്പെൻസ് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ബട്ട് കുറേ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് സമാധാനം, സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ മനസ്സിനെ, നമ്മളെ കൈകാര്യങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ബാക്കി മേലായ റബ്ബിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഭാഗമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ബാക്കി സാധാരണ പറയല്ലേ, ദൈവത്തിൻ്റെ പാതി ദൈവം ചെയ്യുന്നുണ്ട്. നമ്മുടെ പാതി നമ്മൾ ചെയ്യാതിരിക്കണ സമയത്താണ് അവസാനം ദുഃഖിതനായിട്ട് ഖേദിക്കുന്നത്. ഇതോ എനിക്ക് അവസ്ഥ വന്നല്ലോ, ഈ ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന് പറയുന്നത്. അതുണ്ടാവാതിരിക്കാൻ ആദ്യമേ പ്ലാൻ ചെയ്യുക. നമുക്ക് 100 രൂപയാണ് കിട്ടുന്നത്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര നിർബന്ധമാണ്. 100 രൂപയാണ് കിട്ടുന്നെങ്കിലും ആ 100 രൂപയെ കസ്റ്റമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരു ആനയെ മെരിക്കുന്നത് പോലെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി. അതിൽ കുറേ കാര്യങ്ങൾ പറയും. നമ്മളെ മിഥ്യാധാരണകളും അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ ഇൻസൈറ്റുകൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതമാണ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സോ താങ്ക്സ് ടു അള്ളാഹ്. ഇതുപോലെ എല്ലാവർക്കും അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഭദ്രമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ സേവിങ് ആയിട്ടുള്ള പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ചെക്ക് വാങ്ങി ബാങ്കിലേക്ക് ഇടണം. ശേഷം കോൺട്രിബ്യൂട്ട് ചെയ്യണം. അനവധി ആൾക്കാർക്ക് വരാൻ പോകുന്ന 6 മാസത്തെ ബജറ്റാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നൂഹുക്കാക്കാണ്. ഞാൻ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് തരുകയാണ്. ഓക്കെ, നോക്കാം. ആസ് എ കസ്റ്റമർ നിലക്ക്, ഒരു വലിയ ചിത്രകാരൻ, വലിയ കലാകാരൻ നിലക്ക് നോക്കുക, എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം ആണോ? അതെ. ഓക്കെ, ഒരു കസ്റ്റമർ നിലക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യണല്ലോ. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ സന്തോഷവാനാണോ? ഹാപ്പിയാണോ? ഒരു നല്ല കസ്റ്റമറാണ് ഞാൻ. ഷോപ്പിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. पैसा सेविंग है मेरे बारे में ज़रा बोल सकते हैं? ऐसे कस्टमर मैं कैसे, मेरा सर बहुत अच्छे, हाँ 2 बात बोल सकते हैं? बहुत अच्छे आदमी है। हाँ, मैं पैसा बराबर देते? हाँ, नहीं पैसे तो बराबर मिलता है। हाँ, खाना डेली लेके जाता है, पैसे बराबर मिलता है. എനിക്ക് യാത്രയിൽ ഓഫീസിലേക്കൊക്കെ ഫുഡ് ആവശ്യം വരുന്ന സമയത്ത് ഫുഡ് തരുന്ന ഷോപ്പാണ് മുഹബത്ത്. അടുത്ത 6 മാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് ചെക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ
थैंक यू दानिश, आप बहुत मेरे को सपोर्ट किया है, बहुत सपोर्ट किया. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹാപ്പിനെസ് അറിയിക്കാനുള്ളത്. നേരിട്ടിട്ട് നിങ്ങളെ കാണിക്കണം, അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഷോപ്പിലേക്ക് പൈസ നേരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്.